ഒരു അഞ്ചാമത്തെ ഡെലിവറിയിൽ ഡെത്തായി എന്ന് ഇത്തവണ കേട്ടിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് ശ്വാസം ഇത് ഭയങ്കര ശ്വാസം മുട്ടലായിട്ട് തന്നെ ബേബീനെ അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ ആഫ്റ്റർ ബേബിയും പോയി എന്നാണ് അറിഞ്ഞത്. അമ്മയും പോയി, ബേബിയും പോയി. ഇതൊക്കെ നമുക്കൊരു വളരെ സങ്കടകരമായ ന്യൂസാണ്. ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതായിരുന്നു. ഒരു RTIന്റെ റെസ്പോൺസ് പ്രകാരം 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ 2239 ഈ ഹോം ഡെലിവറി നടന്നിട്ടുണ്ട് വീട്ടിൽ. അതിൽ മലപ്പുറത്ത് തന്നെ 1000-ലധികമാണ്. 7 നിയോനീറ്റൽ അതുപോലെ സംഭവങ്ങൾ അവിടെ ഡെത്ത് സംഭവിച്ചു. അപ്പം ഇത് അതായത് ഒരു അവയർനെസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിക്ക് വേണ്ട അവയർനെസ്സിന് പകരം പലതും അറിഞ്ഞും കണ്ടും നമ്മൾ പണ്ട് ചെയ്ത കാലത്തേക്ക് തന്നെ മടങ്ങി പോവാണ്. അത് എന്തുകൊണ്ടായിരിക്കാം? എന്ത് ഇൻഫ്ലുവൻസിൽ പെട്ടിട്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? ചില മീഡിയാസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അവർക്ക് പരിചയമുള്ളവർ ചിലപ്പോൾ നോർമൽ ഡെലിവറി വീട്ടിൽ നടന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഡെലിവറി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഇതൊക്കെ പറയുന്നുണ്ടാവും. ചിലപ്പോൾ മറ്റവരെയൊക്കെ ഇത് ചെയ്ത് വളരെ നന്നായിരിക്കുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കാം. ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാമെന്ന് അവർ കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടാവും ചിലർ. ഇങ്ങനെ പ്രസവിച്ചവർ തന്നെ തമ്മിൽ സംസാരിച്ചിട്ടും ഒരു എംപവർമെൻറ്റ്, ഒരു ഉറപ്പ് ഇതൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അവർ ഈ ലേഡീസ് അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കുഴപ്പമില്ല, നമുക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതെ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്ന് നിർബന്ധമില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇറ്റ്സ് ലാക്ക് ഓഫ് നമ്മൾ തന്നെ ഇവർക്ക് ക്ലാസ് കൊടുക്കണം, കമ്മ്യൂണിറ്റി ക്ലാസ്സസ് കൊടുക്കണം. ഗവൺമെൻറ് തന്നെ ഇതിന് മുന്നിട്ട് ഇറങ്ങി ഇത് അത്ര ശരിയല്ല എന്നുള്ള ഒരു ഇതിൽ ഗവൺമെൻറ് പോളിസീസ് ഏർപ്പെടുത്തണം. ഗവൺമെൻറ് പോളിസി അനുസരിച്ച് നല്ല ഒരു ഹോസ്പിറ്റൽ അവൈലബിലിറ്റി വേണം. ഇവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അവരെ ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യം വേണം. അധികം കോസ്റ്റ് ആവരുത്. നമ്മൾ അവരുടെ വിശ്വാസം പിടിച്ചെടുക്കണം. എന്നിട്ട് അവരിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് പല അപകടങ്ങൾക്കും കാരണമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗവൺമെൻറ് പോളിസി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും കുറയ്ക്കാൻ കഴിയും. ഈ ഡെത്തൊക്കെ എപ്പോഴും പേപ്പറിൽ വരുന്നത് എല്ലാവരും വായിച്ചു കാണുമല്ലോ. ഇതൊക്കെ ഒരു പ്രിവെൻറ്റബിൾ ഡെത്താണ്, നമുക്ക് സേവ് ചെയ്യാമായിരുന്നു.